കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നടന്ന സമരം കെ.വി. സുമേഷ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയോട് കേന്ദ്ര സർക്കാർ കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്ന് കെ.വി. സുമേഷ് പറഞ്ഞു. ഇതിന് ഏതർത്ഥത്തിലാണ് നമ്മൾ പറയേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു അസൂയയിലൂന്നിയ വൈരാഗ്യ ബുദ്ധിയോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ മെച്ചപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് തരില്ലെന്നാണ് പറയുന്നത്. മെച്ചപ്പെട്ടതുകൊണ്ട് ഫണ്ട് തരാതിരിക്കുന്നതിന്റെ യുക്തി എന്താ? അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഇപ്പം ലൈഫിന്റെ മേഖലയിൽ പൊതുവിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സംയുക്തമായി ചെയ്യുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളായി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കും. ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ ആ സംയുക്ത പദ്ധതിയിൽ പെടുത്തില്ല എന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതിന്റെ യുക്തി എന്താ? ഇപ്പൊ സംയുക്തമായി ഇത് ഫണ്ടെന്ന് പറയുന്നത് ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്തല്ലല്ലോ. ഇപ്പൊ GST നടപ്പിലാക്കിയ അധ്യാപകരായി നിങ്ങൾക്കറിയാം, ഒരു രാജ്യം ഒരു നികുതി എന്ന പരിഷ്കാരത്തിലേക്ക് അവർ പോയി. നമ്മളാണ് നികുതി പിരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കാണ് ആ വരുമാനത്തിന്റെ ഏതാണ്ട് 100 രൂപ പിരിച്ചാൽ 72 രൂപ നമുക്ക് കിട്ടും. 22 രൂപ ഇപ്പൊ 100 രൂപ പിരിച്ചെടുത്ത് നമുക്ക് 22 രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് തരുന്നത്. ജില്ലാ പ്രസിഡന്റ് കെ. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. A.K. ബീന, കെ. ശശീന്ദ്രൻ, കെ. സി. സുനിൽ, E.C. വിനോദ്, പി. അജിത തുടങ്ങിയവർ സംസാരിച്ചു. Aster MIMS Hospital. We'll treat you well. Chala East, Kannur.